എല്ലാവർക്കും വോളിയം പ്രൊഫൈലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് ജൂൺ 12 ഫ്രൈഡേ 2026 ഈ വീക്കിലെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ്. ഓക്കെ, ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ലാസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ബുധനാഴ്ചയാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ ലെവലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഹെവി സപ്പോർട്ട് ഏരിയ ആയിരുന്നു. അത് ബ്രേക്ക് ചെയ്തപ്പോൾ പുട്ടിൽ നല്ല മൂവ് ഉണ്ടായി. എല്ലാ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ജസ്റ്റ് രണ്ട് ലെവൽസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നലത്തെ എവിടെയാണ് മാർക്കറ്റ് ബെൻഡ് ആയത്, മാർക്കറ്റിൽ എവിടെയാണ് ഫാൾ സ്റ്റാർട്ട് ആയത് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. ഓൾമോസ്റ്റ് 1 മണി ഫസ്റ്റ് ഒന്ന് വന്നതെന്ന് വെച്ചാൽ 12:34, അതിനുശേഷം പിന്നെ വന്നത് 1 മണി. 1 മണിക്കുള്ള സെൻസെക്സിന്റെ പുട്ടിന്റെ ചാർട്ട് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 120 രൂപ ഉണ്ടായിരുന്ന പ്രീമിയം 520 രൂപ വരെ മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ട്രേഡാണ് നമ്മൾ ഇന്നലെ ക്യാപ്ചർ ചെയ്തതിൽ ഏറ്റവും വലിയ ട്രേഡ് എന്ന് പറയുന്നത്. കാരണം അതിന് ഞാൻ 4 മണി ഏകദേശം ബുധനാഴ്ച 4 മണിക്ക് വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ ഞാൻ ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ ഈ ലെവൽസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എന്താണ് റീസൺ, എവിടെയാണ് ട്രേഡ്, മാർക്കറ്റ് എവിടെയാണ്, എവിടെ നിന്നാണ് മാർക്കറ്റ് ഫെയിൽ ആയത്. മീൻസ് ബൈയിലുണ്ടായിരുന്ന മാർക്കറ്റ് ഇതിൻ്റെ താഴെ പോയി റീടെസ്റ്റ് എടുത്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ഹെവി ആയിട്ടുള്ള നല്ലൊരു ഫാൾ നമുക്ക് തന്നത്. ഇന്നലെ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആയിരുന്നു. കറക്റ്റ് മാർക്കറ്റ് റിക്കവർ ആയി ആ ഒരു ഏരിയ വരെ മാർക്കറ്റ് വന്നു. അവിടെ നിന്ന് ശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് ഹെവി ആയിട്ട് ഫാൾ ആയി. അപ്പം ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ലെവലാണ്. ഈ നിങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ലെവൽസ് കിട്ടിയിട്ടുണ്ടാവും, നിങ്ങളും ട്രേഡ് എടുത്തിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നുണ്ട്. ഓക്കെ, ഇന്നലെ ഞാൻ വീഡിയോ ഇടാത്തതുകൊണ്ടാണ് ഇപ്പം ജസ്റ്റ് പറയുന്നത്. അതിൻ്റെ റീസണും കാര്യങ്ങളും ഈ ലെവൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളെ എടുത്ത പുട്ടിൻ്റെ അതേപോലെ സെൻസെക്സിൻ്റെ നമുക്ക് ഇന്നലെ എക്സ്പയറി ആയിരുന്നു. സെൻസെക്സിൻ്റെ ഇൻഡെക്സിൻ്റെ ചാർട്ടിലും നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതും സെയിം 1 മണിക്കാണ് ആ ലെവലിൽ ടാപ്പ് ചെയ്തത്. അതും ഞാൻ ബുധനാഴ്ച കൊടുത്ത ലെവലാണ്. അത് ഇന്നലെ 1 മണിക്കാണ് ആ ലെവലിൽ വന്ന് ടാപ്പ് ചെയ്തത്. അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ലെവലും 1 മണിക്കാണ് ടാപ്പ് ചെയ്ത് അവിടെ നിന്നാണ് നമുക്ക് എൻട്രി ആയത്. ഹെവി ആയിട്ടുള്ള പോയിന്റ് നമുക്ക് ഏകദേശം 400 പോയിന്റ് ഈ 100-110 രൂപയുള്ള പ്രീമിയത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു 300-400 പ്രീമിയം ആണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഒരു 500-600 പോയിന്റ് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം ഇന്നത്തെ ലോ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് മിനിഞ്ഞാന്നത്തെ വീഡിയോ നിങ്ങളുടെ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, ഇന്നലത്തെ ഹൈ മനസ്സിലാവും, ഇന്നത്തെ ലോയും മനസ്സിലാവും. ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. മിനിഞ്ഞാന്നത്തെ വീഡിയോ എടുത്ത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വോളിയം പ്രൊഫൈലിൻ്റെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, വേറെ ആൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ലൈവായിട്ട് നിങ്ങളെ കൺമുന്നിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ആ വീഡിയോ ഒന്ന് എടുത്ത് നിങ്ങൾ നോക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഒരു 10-200 പോയിന്റ് ഗ്യാപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കൊടുത്ത പ്രീമിയത്തിനെ പറ്റി ഞാൻ ആദ്യം സംസാരിക്കാം. ഓക്കെ, അതായിരുന്നു ഞാൻ കൊടുത്ത പ്രീമിയം. ഓക്കെ, മാർക്കറ്റ് എന്ത് ചെയ്തു, ഇതെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കഴിഞ്ഞ ദിവസത്തെ ബെൻഡായ ഒരു ഏരിയയാണ്, റീടെസ്റ്റ് എടുത്ത് ഫാളായ ഏരിയയാണ്. ആ ഏരിയയിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. ഓക്കെ, നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഈ ലെവലിൽ മാർക്കറ്റ് ഏകദേശം 99-100 ഉണ്ടായിരുന്ന മാർക്കറ്റ് ഓൾമോസ്റ്റ് 56 വരെ പോയി. 56 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എവിടെയാണ് നമ്മളെ നിഫ്റ്റിയുടെ സപ്പോർട്ട് വരിക. 56 സാധനം എന്ത് ചെയ്തു, ഏകദേശം 256 വരെ അത് മൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ. 257-58 വരെ മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നിഫ്റ്റിയുടെ ലെവൽ നോക്കിയിട്ട് ട്രേഡ് ചെയ്ത ആളുകൾക്ക് എത്ര പോയിന്റ് കിട്ടിയിട്ടുണ്ടാവും, 56 രൂപയുള്ള പ്രീമിയം ഏകദേശം 200 പോയിന്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. ആ വീഡിയോ മാത്രം കണ്ട ആളുകൾക്ക്. അതിനുശേഷം ഇതിൻ്റെ ലെവല് ഞാൻ പറഞ്ഞു, ഇത് റെസിസ്റ്റൻസിൽ കവറിങ്ങിൽ ഏരിയ ഉണ്ടായിരുന്നു. അതിനുശേഷം ഓക്കെ, ഇതൊന്നും നോക്കിയിട്ടില്ല, നിഫ്റ്റിയുടെ ലെവൽ നോക്കിയിട്ടില്ല, ജസ്റ്റ് ഞാൻ ഇന്ന് കൊടുത്തത് മാത്രമാണ് നോക്കിയെങ്കിൽ എന്ത് കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക്, ഏകദേശം ഈ ലെവലിൻ്റെ മേലെ ഏകദേശം 120 രൂപ, ഏകദേശം എസ് എൽ എത്ര വരും, 108. ഓക്കെ, 108.5. ഓക്കെ, 11 പോയിന്റ് എസ് എൽ വരും. ആ 11 പോയിന്റ് എസ് എല്ലുള്ള ട്രേഡ് ഓൾമോസ്റ്റ് മൂവ് ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 135. ഓക്കെ, 1:10 അബവ് 1:12 എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റിൽ മൂവ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ലെവലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഞാൻ വേറെ സ്ട്രൈക്ക് കഴിഞ്ഞ ദിവസം സീഡയും പിയുടെയും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, മാർക്കറ്റ് വലിയ ഗ്യാപ്പ് അപ്പ് ആയതുകൊണ്ട് സീഡ് ഒരുപാട് ലെവലിന് മേലെയാണ്, പിയുടെ ഒരുപാട് ലെവലിന് താഴെയാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അത്രയും വലിയ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും വരുന്ന സമയത്ത് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ലെവലിൽ വെച്ചിട്ട് പ്രീമിയത്തിൻ്റെ ലെവലിൽ വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ലൈവിൽ കൊടുത്ത സ്ട്രൈക്കാണിത്. ഓക്കെ, അതിനുശേഷം വേറെ കാര്യം, വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ വന്ന ഒരു ചാർട്ടാണ് 23,500. ഓക്കെ, 23,500 കഴിഞ്ഞ ദിവസം സപ്പോർട്ടാണെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ അവിടെ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു 247 വരെ ആ സ്ട്രൈക്ക് പോകുന്നു. അതിൻ്റെ ലോജിക്ക് ഞാൻ കുറച്ച് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, എവിടെയാണ് വോളിയം പ്രൊഫൈൽ വരച്ചത്, എന്താണ് ലോജിക്ക് എന്ന്. 247 എന്ന റേഞ്ച് നിങ്ങളുടെ നിഫ്റ്റിയുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ എത്ര മണിക്കാണ് വന്നിട്ടുള്ളത്, 12:45. 12:45 നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നിഫ്റ്റി നമ്മുടെ സപ്പോർട്ട് ഏരിയയിലാണ് വന്നിട്ടുള്ളത് അല്ലേ. കറക്റ്റ് പിൻ പോയിന്റ് ഞാൻ 248 ആയിരുന്നു. പക്ഷെ ഞാൻ 247 എന്നാണ് പറഞ്ഞത്. 1 പോയിന്റ് കുറച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ബിക്കോസ്
പ്രീമിയത്തിൻ്റെ ഇതാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, ചില സമയത്ത് 246 245 മാർക്കറ്റ് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ 248 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെന്ത് ചെയ്യും, 248 വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു പോയിന്റ് കുറച്ചത്. ഇതിൻ്റെ ഹൈ വന്നിട്ടുള്ള 248 247 ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുള്ളത്. കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് പറയാം കൊടുത്തിട്ടില്ല എന്ന് കാര്യം, കാരണം ഞാൻ കൊടുക്കാത്ത കാര്യങ്ങൾ പറയാറില്ല. അതിനുശേഷം ഇത് അവിടെ നിന്ന് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത് 180 പോയിന്റാണ് മാർക്കറ്റ് ഡൗൺഫാൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, രാവിലെ നമ്മൾ എവിടെ നിന്നാണ് ബൈ എടുക്കേണ്ടത്, പൊട്ടിൽ എവിടെ നിന്ന് ബൈ എടുക്കണം, കോളിൽ എവിടെ നിന്ന് ബൈ എടുക്കണം, എല്ലാം നമുക്ക് വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവൻ ദോ വോളിയം പ്രൊഫൈൽ പഠിക്കാത്ത ഒരാളാണെങ്കിൽ എൻ്റെ മിനിഞ്ഞാന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹെവി ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുമ്പോൾ 60 രൂപയുള്ള പ്രീമിയം എടുത്ത് ഹോൾഡ് ചെയ്താൽ നിങ്ങൾക്ക് 200 പോയിന്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ കിട്ടിയിട്ടുണ്ടാവും. ഇതാണ് വോളിയം പ്രൊഫൈൽ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മളെ ലെവൽസ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല, എപ്പോൾ വന്നു കഴിഞ്ഞാലും വർക്ക് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഹെവി വോളിയം ഉള്ള റേഞ്ച് നോക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യാറുള്ളൂ. ഹെവി വോളിയം ഒരിക്കലും മാർക്കറ്റിൽ നമ്മളെപ്പോലെയുള്ള റീറ്റെയിലേഴ്സ് ട്രേഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതല്ല. ഹെവി വോളിയം വരണമെങ്കിൽ എന്താണ്, മാർക്കറ്റിൽ എപ്പോഴും ഓപ്പറേറ്റേഴ്സ് എൻട്രി എടുക്കുമ്പോൾ മാത്രമാണ് ഹെവി വോളിയം വരുന്നുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവരും ഇന്ന് ട്രേഡ് എടുത്തിട്ടുണ്ട്, ഇന്നലെയും ട്രേഡ് എടുത്തിട്ടുണ്ട്, മാന്യമായ പ്രോഫിറ്റ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വോളിയം പ്രൊഫൈൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അത് നമ്മൾ ജസ്റ്റ് ഒരു ടൂളാണ്. വോളിയം പ്രൊഫൈൽ എന്നുള്ള ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂളാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറക്സിലെല്ലാം നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളെ ചാർട്ട് ഒരുപാട് ലൈൻസ് കാര്യങ്ങൾ ഉണ്ടാക്കാറില്ല. നമ്മളിങ്ങനെ മാന്യമായി ചാർട്ട് പക്ക ക്ലീൻ ആയി വെച്ച് എന്താ പറയുക, 1-2 ലെവൽസ് വെച്ചിട്ട് ട്രേഡ് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടുതൽ ലൈൻസ് കുറേ ഇൻഡിക്കേറ്റർ അങ്ങനെ ഒരു പരിപാടിയില്ല. നമ്മൾ ജസ്റ്റ് ഒരു ടൂള് അതിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എവിടെയാണ് മാർക്കറ്റിൽ ഹെവി ബയേഴ്സ് ഉള്ളത്, ഹെവി സെല്ലേഴ്സ് ഉള്ളത് മനസ്സിലാവും. ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും ഞാൻ വീഡിയോ ഇടാറുണ്ട്. ഞാൻ വോളിയം പ്രൊഫൈലിൽ കൊടുക്കുന്ന ലെവൽസ് മാത്രമേ വീഡിയോകളിൽ ഇടാറുള്ളൂ. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഗോൾഡിലേക്ക് പോകാം. ഇതാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് സംഭവിച്ചത്. ഇന്നത്തെ കാര്യം ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഗോൾഡിലേക്കൊന്ന് പോവാം. ഗോൾഡിൽ ഇന്നലെ നമ്മൾ ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ലെവലിൽ മേ ബി ഈ ലെവലിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇന്നലത്തെ ലെവൽ ഓക്കെ, താഴത്തെ ലെവലാണ്. ഓക്കെ, നമ്മൾ ഇന്നലെ ഏകദേശം നമ്മൾ ഈ റേഞ്ചിൽ 59 റേഞ്ചിലാണ് നമ്മൾ ഇന്നലെ ബൈ എടുത്ത് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കറക്റ്റ് നമുക്ക് ഞാനത് മാർക്ക് ചെയ്തിട്ടില്ല. ഇന്നലത്തെ ലെവലിന്റെ ലോയിലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വോളിയം പ്രൊഫൈലിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഓൾമോസ്റ്റ് 10 പ്രാവശ്യമെങ്കിലും ആ ചാർട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 172 പോയിന്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ 100 പോയിന്റാണ് ടാർഗറ്റ്, ഫൈനൽ ടാർഗറ്റ് സെറ്റ് ചെയ്തത്. പക്ഷേ 172 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത് ഞാൻ ഹോൾഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ടെലിഗ്രാമിൽ അതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ വെറുതെ ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാറില്ല ചെയ്യുന്നത്. നമ്മൾ വോളിയം പ്രൊഫൈൽ ഗ്രൂപ്പിൽ കൊടുക്കുന്ന ലെവൽസ് മാത്രമാണ് വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യാറുള്ളൂ. ആ സ്ക്രീൻഷോട്ട് മാത്രമേ ഇടാറുള്ളൂ. ഓക്കെ, അതിനുശേഷം എന്തായിരുന്നു നമ്മളെ റെസിസ്റ്റൻസ് ഏരിയ. ഓക്കെ, ഈ റേഞ്ചിലായിരുന്നു. നമുക്ക് ഓൾറെഡി മോർണിംഗിൽ സെല്ല് വന്നിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യം നമുക്ക് ഹെവി സെല്ല്, ഫസ്റ്റത്തെ സെല്ല് വന്നപ്പോൾ 28 പോയിന്റ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു 4 പോയിന്റ് SL. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ആ റേഞ്ച് വന്നിട്ടാണ് ഫോളോ ചെയ്തത്. അതിനുശേഷം ആ ലെവലിൽ അത്ര മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അവിടെ നിന്ന് തന്നെ ചെറിയ റിട്രസ്റ്റ് എടുത്തിട്ടാണ് മാർക്കറ്റ് അവിടെ നിന്ന് ഹെവി വീണ്ടും മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം ഇന്നത്തെ ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലായിരുന്നു. ഈ ഒരു ലെവലിൽ നമുക്ക് സെൽ എൻട്രി ഉണ്ടായിരുന്നു. ഏറ്റവും ഡിസ്കൗണ്ടിൽ വന്നിട്ട് ഒരു 4 പോയിന്റ് റിസ്കിലുണ്ടായിരുന്നു. 3 പോയിന്റ് റിസ്കിലാണ് നമുക്ക് ഫസ്റ്റ് ഒരു സെൽ എൻട്രി ഇന്ന് കിട്ടിയിട്ടുണ്ടായ മാർക്കറ്റിൽ. ലോ വരെ നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം 30 പോയിന്റ് നമുക്കൊരു 3 പോയിന്റ് റിസ്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എവിടെയാണ് നെക്സ്റ്റ് ബൈ എടുത്തിട്ടുണ്ടായത്. ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ പിൻ പോയിന്റിൽ 03-ലായിരിക്കും നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്. വോളിയം പ്രൊഫൈൽ ഗ്രൂപ്പിൽ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളത് ഇനി നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി ഹാഫ് ലോട്ട് ക്ലോസ് ചെയ്തിട്ട് കോസ്റ്റിലെടുത്ത് വെച്ചേക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈം, ഓക്കെ, ഈ ഒരു 4 o'clock to 6-7 o'clock എന്ന് പറയുന്ന മാർക്കറ്റ് ട്രാപ്പ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലുള്ള ഏരിയയാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ അധികമായിട്ട് ട്രേഡ് ചെയ്യാറില്ല ഗോൾഡിനകത്ത്. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ കറക്റ്റ് നമ്മളെ ഏരിയാസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, പ്രോപ്പറായിട്ട് റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. 03-ൽ റീടെസ്റ്റ് വന്നപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി പുതിയ ആളുകൾക്ക് കാണുന്ന ആളുകൾക്ക് ഈ ഒരു ലെവൽ വരെ മാർക്കറ്റിൽ ഹെവി സപ്പോർട്ട് ഏരിയ ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഹൈ സോൺ എന്ന് പറയുന്നത് 06 സംതിങ് ആയിരിക്കാൻ ചാൻസ്. ഓക്കെ, ഈ ഒരു സോണിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു സോണ് വരെ ഹെവി സപ്പോർട്ട് ഏരിയ ആയിരിക്കും മാർക്കറ്റിൽ ആക്ട് ചെയ്യുക. ഓക്കെ, അതിൻ്റെ 93-യുടെ ബിലോ മാർക്കറ്റ് ഫോൾ ആവാനുള്ള ചാൻസും ഉണ്ട്. അപ്പം പുതിയ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ ലെവൽ മാർക്ക് ചെയ്യുക. കൂടുതലായിട്ട് വോളിയം പ്രൊഫൈൽ പഠിക്കാനും താല്പര്യമുള്ള ആളുകൾക്ക് നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ട്രേഡ് ചെയ്യാം. വെറുതെ സിഗ്നൽസ് എടുത്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, വോളിയം പ്രൊഫൈൽ പഠിച്ച് അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ അടുത്ത് വരാം. നമ്മളെ ഏറ്റവും അഫോർഡബിളായ ഫീലാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പിനകത്ത് ആക്സസ് ഉണ്ടാവും. ലൈഫ് ടൈം ആക്സസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവിടെ വന്ന് ചോദിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, പക്ഷേ ബ്ലൈൻഡായിട്ട് വെറുതെ സിഗ്നൽസ് എടുത്ത് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വരരുത്.
പഠിച്ചിട്ട് ആ പഠിച്ച സാധനം വെച്ച് ട്രേഡ് ചെയ്തിട്ട് അതിൻ്റെ സപ്പോർട്ട് എടുത്തിട്ട് പയ്യെ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യണത് ട്രേഡിംഗ് എന്ന കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർ മാത്രം വരിക. ഓക്കെ, അല്ലാതെ എന്നും വേറൊരാളെ തരുന്ന സിഗ്നൽസ് എടുത്ത് ട്രേഡ് ചെയ്യാൻ വരുന്ന ആളുകൾ വരരുത്. പഠിക്കുക, പഠിച്ചതിന് ശേഷം പഠിച്ച കാര്യങ്ങൾ പയ്യെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി എടുക്കുക, അതിൽ കോൺഫിഡൻസ് വരുത്തിയിട്ട് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ വരിക, പഠിക്കുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പം നാളത്തെ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.